يا رسول الله روحي فداك روحي فداك روحي فداك يا رسول الله يا رسول الله انظر حالنا يا حبيب الله اسمع قالنا إننا في بحر هم مغرق يا رسول الله يا حبيب الله خذ بأيدينا يا رسول الله إنا نحبك إنا نحبك فأحبنا يا رسول. നമ്മുടെ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഫ്രീ കുവൈറ്റ് അബ്ദുള്ള ഹാജി, മറ്റ് സദസ്സിലെ ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്തിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതകളും ചെല്ലിയാലുണ്ടാകുന്ന നേട്ടങ്ങളും വളരെ വിശാലമായി സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് മുൻ പ്രഭാഷകൻ അൽഹംദുലില്ലാ അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ദീനി ഖിദ്മയിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല വിശാലമായി തന്നെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചു. കുറഞ്ഞ സമയം സ്വലാത്തു നൂറാനിയയുടെ പ്രഥമ ദിവസത്തിൽ അറിയുമോ മുത്തുനബിയെ സ്വലാത്തിലൂടെ എന്ന ശീർഷകത്തിൽ തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയം പറയാൻ കഴിയാതെ പോയതുകൊണ്ട് 15 മിനിറ്റ് മാത്രം ആ വിഷയത്തിൽ ഒരു സൂചന നൽകി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം, സ്വലാത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അധികം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ആദരിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത അത്രയും പദവി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി. അങ്ങനത്തെ ഒരു ശ്രേഷ്ഠതയും ഔന്നത്യവും പദവിയും മഹത്വവും മേളിച്ച ഒരു സൃഷ്ടിയും അല്ലാഹുവിന്റെ കോടാനകോടി സൃഷ്ടികളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഔന്നത്യത്തെ ലോകത്തിന്റെ മുമ്പിൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവചരാചരങ്ങളുടെയും മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ തന്നെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായ വ്യക്തിത്വം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ
സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ അധ്യായത്തിൽ വസ്തുനിഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, സൃഷ്ടാവായ അല്ലാഹു മാത്രമല്ല, ആ സൃഷ്ടാവായ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് ഒരു വിധേനയും ലംഘനം കാണിച്ചിട്ടില്ലാത്ത, കാണിക്കുന്ന തരത്തിലുള്ള പ്രകൃതിയിലല്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കുന്ന അള്ളാഹുവിന്റെ കോടാനകോടി മലായികത്തുകളും യുസല്ലൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടാനകോടി സൃഷ്ടികളിൽ നിന്ന് ഒരു സൃഷ്ടിയെ പ്രത്യേകം തെരഞ്ഞെടുത്തുകൊണ്ട് ആ സൃഷ്ടിക്കുള്ള ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ട് പറയുകയാണ്. ആ ആദരവ് അല്ലാഹുവിന്റെ മാലാകമാർ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയും ആ പ്രവാചകന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം കൊണ്ട് ആകാശ ലോകങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തുനിഷ്ഠമായി പ്രത്യേക തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലാഹു ഏറ്റെടുത്ത ദൗത്യം, അവന്റെ മാലാകമാർ കൊണ്ടു നടക്കുന്ന ദൗത്യം, ആ ദൗത്യം യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്ത് കൊണ്ടു നടക്കാൻ പറ്റിയ യോഗ്യതയുള്ള ഒരു വിഭാഗം ആളുകളെ മാത്രം അല്ലാഹു ഈ വിഷയത്തിൽ സെലക്ട് ചെയ്തുകൊണ്ട് ആ വിഭാഗം ആളുകളെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്. അവരാരാണ്? യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തുകൾ ചൊല്ലണം, ആ ഹബീബിന്റെ മേൽ നിങ്ങൾ സലാമുകൾ ചൊല്ലണം. അങ്ങനെ സ്വലാത്ത് കൊണ്ട്, സലാം കൊണ്ട് വിശ്വാസികൾ പ്രവാചക അനുരാഗത്തിന്റെ അനുരണനങ്ങൾ ഹൃദയാഗതാരിൽ അർദ്ധമായ നിലയിൽ മുത്തുനബിയോടുള്ള വരിഷ്ഠമായ മഹബ്ബത്തിന്റെ ആ പ്രതിധ്വനി പ്രവാചക പ്രണയത്തിലൂടെ മദീനയുമായുള്ള ആയലേനത്തെ യാഥാർത്ഥ്യമാക്കാൻ വിശുദ്ധമായ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇതിലൂടെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനുമായി ബന്ധിപ്പിക്കുകയാണ്. ആ പ്രവാചകൻ മുഖേന വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്കുള്ള വസീല ആരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്.
ആ വസീല മുഖേന ഈ സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ കരഗതമാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ സമുദായത്തിന് നേടിയെടുക്കാനുണ്ട്. ആ കാര്യകാരണങ്ങളുടെ വസ്തുനിഷ്ഠമായ പ്രതിപാദനമാണ് എനിക്ക് തൊട്ട് മുമ്പ് മുൻ പ്രഭാഷകനായ അബ്ദുൽ ഖാദിർ സഖാഫി നിങ്ങളോട് സവിസ്തരം പറഞ്ഞത്. ഇനി ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് തൽക്കാലം പോകുകയാണ്. അറിയുമോ മുത്തു റസൂൽ, അവിടുന്ന് ഈ സമുദായത്തിന്റെ അവലംബമാണ്, അവിടുന്ന് ഈ സമുദായത്തിന്റെ പ്രതീക്ഷയാണ്, അവിടുന്ന് എല്ലാ നിലയിലും ശ്രേഷ്ഠതയുടെ പര്യായമാണ്. അവിടുത്തെ മഹത്വത്തെ അടയാളപ്പെടുത്താൻ, അവിടുത്തെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയാൻ, അവിടുത്തെ സൗന്ദര്യത്തെ ആവിഷ്കരിക്കാൻ, അവിടുത്തെ വൈജ്ഞാനിക ലോകത്തിന്റെ കലവറകളുടെ നിലവറകളെ പരിചയപ്പെടുത്താൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയില്ല. ആ നിലക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ എ മുതൽ സദ് വരെ അവിടത്തെയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ട് ആ നിലക്കുള്ള ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് കൊണ്ടുള്ള പ്രതിപാദനമാണ് അല്ലാഹു നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നൂറുൽ മംറൂദ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, സ്വലാത്ത് എന്ന് പറയുമ്പോ അത് 4 അക്ഷരങ്ങളുടെ മേലെടുക്കപ്പെട്ടതാണ്. 4 അക്ഷരങ്ങൾ മുത്ത് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട 4 ശ്രേഷ്ഠതകളുടെ, അവിടുത്തെ അംഗീകാരങ്ങളുടെ, അവിടുത്തെ മഹത്വങ്ങളുടെ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങളുടെ, അവിടുന്ന് മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യതിരിക്തമാകുന്ന ഒരുപാട് ഘടകങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായി അന്തർലീനമായി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് സ്വലാത്ത് എന്ന് പറയുമ്പോ അത് 4 അക്ഷരങ്ങളുടെ മേലെടുക്കപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തെ അക്ഷരത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. സ്വലാത്ത് എന്ന് പറയുമ്പോ സ്വാദ് സുദ്ഖുഹു വസഫാഉഹു. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ആള് ആരാണ്? മോശക്കാരനല്ല, നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനല്ല. എനിക്കും നിങ്ങൾക്കും ഉള്ളതുപോലെ മാനുഷികമായ ആ മാനുഷികമായ പ്രകൃതിയാണെങ്കിലും പക്ഷേ അതിനും അപ്പുറം വ്യത്യസ്തമാണ്. എന്നെ പോലെയല്ല, നിങ്ങളെപ്പോലെയല്ല. ആ ഹബീബായ റസൂലുള്ളാഹിനെ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്ന ഒന്നാമത്തെ ഘടകമെന്താ? സുദ്ഖുഹു, റസൂലുള്ളാഹിന്റെ സത്യസന്ധതയാണ്. അവിടുന്ന് സത്യസന്ധനാണ്. ആ സത്യസന്ധത വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വിശ്വാസികൾ അത് അംഗീകരിക്കുന്നു, വിശ്വാസികൾക്ക് അത് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് അനുയായികൾ അത് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഒരാളെ സംബന്ധിച്ച് അനുയായികൾ സ്വാഭാവികമായും അന്ധമായ അനുരാഗത്തിലൂടെയും അന്ധമായ അംഗീകാരത്തിലൂടെയും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു എന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ ആക്ഷേപം പറയാം. എന്നാൽ മറ്റുള്ളവരുടെ ആക്ഷേപത്തിനും സ്ഥാനമില്ല. അനുയായികൾക്ക് പുറമെ പ്രതിയോഗികളും മുഹമ്മദുർ റസൂലുള്ളാഹ്, അനുയായികൾക്ക് പുറമെ പ്രതിയോഗികളും മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സത്യസന്ധതയെ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ പ്രതിയോഗി പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം. അനുയായികൾ ചിലപ്പോ അന്ധമായ അനുരാഗം കൊണ്ടും സ്നേഹം കൊണ്ടും ചിലപ്പോ വല്ലാതെയൊക്കെ എഴുതുന്നുണ്ടാവും. എന്നാൽ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്റെ പ്രതിയോഗി എന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ്. ഇവിടെ അതാ അനുയായിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, സഹാബത്തിന് ഒന്നടങ്കം അറിയാം. എന്നാൽ
സമകാലികനായ റസൂലുള്ളാന്റെ എല്ലാ നിലയിലുമുള്ള ബദ്ധവൈരിയായ അബൂജഹല് മുഹമ്മദുർ റസൂലുള്ളാന്റെ വിഷയം വരുമ്പോ അവിടുത്തെ സ്വഭാവത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുമ്പോ അബൂജഹല് പറയുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? ഓ മുഹമ്മദേ, ഇന്നാ ലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബുക ബിമാ ജിഅത ബിഹി. നീ കള്ളനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അബൂജഹലിന്റെ പറച്ചിലാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ കള്ളനാണെന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായപ്പെടാൻ പറ്റില്ല. കാരണം 40 ദിവസം വരെ 40 കൊല്ലം വരെയുള്ള നിന്റെ ജീവിതം എനിക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി അവിടുന്ന് വേദനയിൽ നിൽക്കുകയാണ്, വളരെയധികം പ്രയാസത്തോടെ നിൽക്കുകയാണ്. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉന്നതമായ മൂല്യങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായി അവിടുന്ന് ആ സമൂഹത്തോട് പറഞ്ഞിട്ടും അവരിൽ പലരും റസൂലുള്ളാഹിന്റെ ഈ പ്രബോധന മേഖലയെ തൃണവൽഗണിച്ചപ്പോ ഹബീബ് വല്ലാതെ ദുഃഖിതനാവുകയാണ്. ആ സമയത്തോ ജിബ്രീൽ ഇറങ്ങി വരികയാണ്. മാ യഹ്സുനുക നബിയേ, എന്താണ് തങ്ങളെ ദുഃഖിപ്പിക്കുന്നത്? എന്തിന്റെ പേരിലാണ് തങ്ങൾ ദുഃഖിക്കുന്നത്? ആ സമയത്ത് ഹബീബ് പറയുകയാണ്, അസബനി ഖൗമി, ഞാനിതെല്ലാം പറഞ്ഞിട്ടും ഈ സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള പ്രബോധനങ്ങളൊക്കെ നടത്തിയിട്ടും അവരെന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ ജിബ്രീൽ. ആ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഓ റസൂലേ, قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. മുഹമ്മദുർ റസൂലുള്ളാഹിനെ സമാശ്വാസത്തിന്റെ വാക്കുകൊണ്ട് അല്ലാഹു പറയാണ്, മുഹമ്മദേ നബിയേ, അങ്ങ് വേദനിക്കേണ്ടതില്ല. അല്ലാഹു അറിയുന്നുണ്ട്. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂന, അവർ പറയുന്ന വിഷയത്തിൽ അങ്ങ് ദുഃഖിതനാണെന്ന ആ സത്യം അല്ലാഹുവിനറിയാം. പക്ഷേ നബിയേ, ഫഇന്നഹും ലാ യുകദ്ദിബൂനക, അവർ തങ്ങളെ കളവാക്കുന്നില്ല. വലാകിന്നൽ-ളാലിമീന, യഥാർത്ഥത്തിൽ ളാലിമീങ്ങളായ അക്രമകാരികളായ ആളുകൾ ചെയ്യുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെയാണ് കളവാക്കുന്നത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണ്? അബൂജഹൽ പറയാറുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹിനോട് പറയാറുണ്ട്, മുഹമ്മദേ, ഇന്നാ ലാ നുകദ്ദിബുക, നിന്നെ ഞാൻ കളവാക്കുന്നില്ല. നീ കള്ളനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നീ കൊണ്ടുവന്നത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്ത് എന്ന 4 അക്ഷരത്തിൽ നിന്ന് സ്വാദ്, ഹബീബിന്റെ സത്യസന്ധതയെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. ആ സത്യസന്ധത അനുയായികൾക്ക് പുറമെ പ്രതിയോഗികളും അംഗീകരിച്ചിട്ടുണ്ട്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കംപ്ലൈന്റ് രേഖപ്പെടുത്താൻ ഹിർക്കലിന്റെ ദർബാറിലേക്ക് വരികയാണ് അബൂ സുഫിയാൻ. ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്ന ഘട്ടത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കംപ്ലൈന്റ് പറയാനായി ഹിർക്കലിന്റെ ദർബാറിലേക്ക് വരുമ്പോ ആ ഹിർക്കൽ ചോദിക്കുകയാണ്, അല്ല അബൂ സുഫിയാനെ, 40 കൊല്ലമായി നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ മുഹമ്മദ്, 40 കൊല്ലമായി നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഈ മുഹമ്മദ് എപ്പോഴെങ്കിലും നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ല രാജാവേ,
ഒരു കാര്യം ഞാൻ പറയാം, 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് മുഹമ്മദ് ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് ആ മുഹമ്മദിൽ നിന്ന് കളവ് പോയിട്ട് കളവാണെന്ന് തോന്നുന്ന ഒരു വാചകം പോലും മുഹമ്മദിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ മുഹമ്മദിന് കൊടുത്ത അംഗീകാരം എന്താണ്? അൽ അമീൻ എന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. എന്താണ്? റസൂലുള്ളാഹിനെ കുറിച്ച് കംപ്ലൈന്റ് രേഖപ്പെടുത്താൻ സ്വാഭാവികമായും കോടതി കയറുമ്പോ ചിലപ്പോ 2 ലക്ഷം രൂപയെ മോടിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാലും വക്കീല് പറഞ്ഞു കൊടുക്കും 5 ലക്ഷം മോടിച്ചെന്ന് പറഞ്ഞേക്കാം, എന്നാലും എന്റെ കേസ് വിജയിക്കുള്ളൂ. അങ്ങനെ അബൂ സുഫിയാൻ ഹിർക്കലിന്റെ ദർബാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ്? ആ ഹിർക്കലിന്റെ അടുത്ത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അനുയായികൾക്ക് ചില അംഗീകാരങ്ങൾ കിട്ടിയപ്പോ അത് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെന്ന് ഒന്ന് ബ്ലോക്ക് ചെയ്യാം. ആരെങ്കിലൊക്കെ പള്ളി കെട്ടി കൊടുക്കുമ്പോ ചെന്നിട്ട് ചില ആളുകൾക്കുണ്ടല്ലോ ഒരു വഴിമുടക്കുന്ന സ്വഭാവം എന്ന പോലെ അത് ഒന്നും തുടങ്ങിയല്ല. അതൊക്കെ അബൂ സുഫിയാന്റെ കാലം മുതലൊക്കെ തുടങ്ങിയ ഘട്ടമാണ്. പിന്നീട് അബൂ സുഫിയാൻ അള്ളാഹു ഹിദായത്ത് കൊടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ വഴിമുടക്കുകൾ ഇന്നലെയൊന്നും അല്ലത്. ഇതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ ഹിർക്കലിന്റെ ദർബാറിൽ ചെല്ലുകയാണ്. ഹിർക്കലിന്റെ ദർബാറിൽ ചെന്ന് ഹിർക്കലിനോട് എല്ലാം ഇങ്ങനെ പറയാണ്, മുഹമ്മദ് അങ്ങനെയുന്നു ഇങ്ങനെയുന്നു, കള്ളു കുടിക്കണ്ടെന്ന് പറഞ്ഞ് പെണ്ണുടിക്ക് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾ കൊണ്ടുകടന്ന ആരാധ്യ വസ്തുക്കളെയൊക്കെ വർജിക്കണം, ഞങ്ങൾക്ക് കഴിയുന്ന കാര്യമില്ല. എല്ലാം കേട്ടിട്ട് വെച്ചല്ല, കുറെ കാലമായില്ലേ നിങ്ങളിവിടെയൊക്കെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മുഹമ്മദിന് എന്തെങ്കിലും മുഹമ്മദിന്റെ കുടുംബത്തിൽ ആരെങ്കിലും അധികാരികളായിട്ടുണ്ടോ? ഓരോ വിഷയങ്ങളും ചോദിച്ച് ലാസ്റ്റ് ചോദിച്ചൊരു ചോദ്യ, ഈ മുഹമ്മദ് എപ്പോഴെങ്കിലും നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ? ചതിച്ചിട്ടുണ്ടോ? മുഹമ്മദിനെ കുറിച്ച് അങ്ങനത്തെ ഒരു കാര്യം 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് പറയാനില്ല. ഉടനെ രാജാവ് വയ്ക്ക, എന്നാൽ നിങ്ങളോട് കളവ് പറയാതിരിക്കുകയും അള്ളാഹുവിനോട് കളവ് പറയുകയും ചെയ്യുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതോടവിടെ അബൂ സുഫിയാൻ പ്രതിരോധത്തിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടുത്തെ സത്യസന്ധതയാണ് സ്വലാത്ത് സ്വലാപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ഹബീബായ റസൂലുള്ളാഹി ആരാണ്? അവിടുന്ന് സത്യസന്ധനാണ്. ആ സത്യസന്ധത അവിടുത്തെ അനുയായികളും പ്രതിയോഗികളും അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുടെ പര്യായമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ആ സ്വദഖുഹു എന്ന് പറഞ്ഞതിന്റെ കൂടെ ഒരാൾ സത്യസന്ധനാകണമെങ്കിൽ സ്വാഭാവികമായും വാപ്പാടെ സ്വഭാവം നോക്കിയിട്ട് ആ മകനെ വിലയിരുത്തും. വാപ്പ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ മകനും കുടിക്കും അധികവും. അങ്ങനെ വാപ്പ വേണ്ടാധീനതകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ മകനും ആ കോലത്തിൽ പോലും. ഉമ്മ വഴിവിട്ട ജീവിതം നയിച്ചാൽ അത് കണ്ടു വളർന്നു വരുന്ന മകളും ആ കോലത്തിൽ പോലും. എന്നാൽ ഈ സത്യസന്ധതയുടെ പര്യായമാകാൻ റസൂലുള്ളാഹിക്ക് കാരണമായത് എന്താണെന്നറിയോ? വസഫാഉ, അവിടുത്തെ വംശാവലിയുടെ പരിശുദ്ധത. ഇൻഷാ അല്ലാഹ് അവിടുത്തെ വംശാവലിയുടെ പരിശുദ്ധത എങ്ങനെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അവസാനം ഇന്നത്തെ വഹാബികൾ ഹബീബായ റസൂലുള്ളാഹിനെ അവിടുത്തെ ഉമ്മയെ നരകത്തിലാക്കാനാണ് അവരിപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വല്ല കഴമ്പുമുണ്ടോ? തൗഹീദിന്റെ ഏകത്വ വിശ്വാസ പ്രമാണത്തെ താത്വികമായി ഉൾക്കൊള്ളുന്നവരായിരുന്നോ അവർ? ആ വിഷയ സംബന്ധമായി വഫാത്തിന്റെ വേളയിൽ ആമിന റളിയല്ലാഹു അൻഹ പറഞ്ഞ വിഷയങ്ങളടക്കം അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത സ്വലാത്തുൻ നൂറാനിയ ജൂൺ 1-ാം തീയതി വിശുദ്ധമായ റമളാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ അസറിന് മുമ്പായി ദുആ അടക്കം കഴിഞ്ഞ് പിരിഞ്ഞു പോകണം ഇൻഷാ അല്ലാഹ്. അന്ന് ബാക്കി പറയാം. ഇപ്പോ കൂടുതൽ പറഞ്ഞു പോയാൽ നമ്മുടെ ആ നിർണിതമായ ഒരു ടൈം വാക്ക് പാലിക്കുക അത് എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് 10 മണിക്ക് മുമ്പ് തീർക്കണം എന്നതുകൊണ്ട് തൽക്കാലം ആ ഭാഗം അടുത്ത ഭാഗത്തേക്ക് മാറ്റിവെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. നേരത്തെ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞുണ്ട്. സ്വലാത്തുൻ നൂറാനിയുടെ മദ്ഹ്, അത് കാണാതെ പോയ ആളുകളുടെ കാര്യം, ക്യാൻസറിന്റെ ഇതൊന്നും ദയവേത് എന്റെ അക്കൗണ്ടിൽ ഇടരുത്. ഇതൊന്നും ഞാൻ നേതൃത്വം കൊടുത്തത് കൊണ്ടല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ പവർ കൊണ്ടാണ്. പ്രത്യേകിച്ച് സ്വലാത്തു നൂറാനിയുടെ ഇജാസത്ത് നൽകിയ മശായിഖുമാരുടെ പവറാണ്. അവർക്കാണ് ആ ക്രെഡിറ്റ്, നമ്മളൊന്നുമല്ല. എന്നേക്കാൾ
നല്ലവരാണ് നിങ്ങളൊക്കെ. അള്ളാഹു നിങ്ങളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ടും ആ ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ടും മഹബത്ത് കൊണ്ടും നമ്മുടെ ഒക്കെ കൽബ് അള്ളാഹു നന്നാക്കി തരുമാറാകും. അപ്പൊ ഇവിടെ സ്വലാത്തിന്റെ ആ മഹത്വം പറയുമ്പോൾ ക്യാൻസർ രോഗി അതിന്റെ രോഗം മാറുന്നത്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് വേണ്ടാതായത്, കാണാതെ പോയാണ് തിരിച്ചു കിട്ടുന്നത്, ഇതൊന്നും എന്റെ ക്രെഡിറ്റിലല്ല. അത് സ്വലാത്തു നൂറാനിയയുടെ മശായിഖന്മാർ നൽകിയ ആ സ്വലാത്തിന്റെ പവർ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഇന്നും 21-ാം നൂറ്റാണ്ടിലും ഹബീബി സമുദായത്തിന് അവലംബമാണ്, പ്രതീക്ഷയാണ്, അത്താണിയാണ്, പോകാനൊരിടം സയ്യിദ് എന്ന ആ അർത്ഥതലങ്ങളെ ഹബീബായ റസൂലുള്ളാഹി ഈ സമുദായത്തിന് വേണ്ടി ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ഖുർആന്റെ ആ ഉന്നതമായ ഓർമ്മപ്പെടുത്തലിനെ അനർത്ഥമാക്കുന്നത് കൊണ്ടാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് ക്യാൻസർ രോഗം മാറുന്നത്, ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് ഉദ്ദേശ കാര്യങ്ങൾ സഫലീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് സഹോദരന്മാർ ഫോണിലൂടെ ഒക്കെ പല മെസ്സേജുകൾ വായിച്ചു. ഗൾഫിൽ അബുദാബിയിലുള്ള ഒരു സഹോദരൻ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോ ഇവിടെ വന്നപ്പോ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത ഒരു സഹോദരൻ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് 1000 രൂപ, അങ്ങനെ ഒരുപാട് 313ഉം 500ഉം അതിന് മുകളിലും താഴെയും എല്ലാം ഈ സ്വലാത്തിന് വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ, എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ലെങ്കിലും ഒരാളും ഈ മജ്ലിസിൽ നിന്ന് വിട്ടുപോകുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്തിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സഹായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് വായിച്ച് നമുക്ക് ദുആ സ്വലാത്തിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇവിടെ മദ്രസന്റെ സ്ഥലത്തിന് വേണ്ടി സൗദിയിൽ നിന്നും ഒരു സഹോദരി 1 സെന്റ് സ്ഥലത്തിന്റെ പൈസ, അതായത് 40,000 രൂപ തരുവാൻ ഏറ്റിട്ടുണ്ട്. തങ്ങളവർ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി. മകൻ ഗൾഫിലാണ്, നല്ല ജോലി കിട്ടുവാൻ വേണ്ടി ഒരു സഹോദരി 500 രൂപ സംഭാവന തന്നിട്ടുണ്ട്. ലൈസൻസ് ശരിയായി കിട്ടുവാൻ വേണ്ടി ഗൾഫിൽ നിന്നും ഒരു സഹോദരൻ 4,500 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിച്ച് കുട്ടികളായിട്ടില്ല, സലാത്ത് മജ്ലിസിൽ വരുന്നുണ്ട്, ദുആ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗർഭപാത്രത്തിൽ മുഴയാണ്, ശരിയായി കിട്ടുവാൻ വേണ്ടി ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിച്ച് ഒരുപാട് വർഷമായി, കുട്ടികളായിട്ടില്ല, കുട്ടികളാകുവാൻ വേണ്ടി ദുആർക്കുവാൻ. വേറൊരു സഹോദരിയുടെ രോഗം മാറുവാൻ വേണ്ടി ആർട്ടിന്റെ അസുഖം, ഷുഗർ, പ്രഷർ മുതലായവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ സംഭാവന തന്നിട്ടുണ്ട്. ദുബൈയിൽ നിന്നും അബ്ദുറഹ്മാൻ എന്ന സഹോദരന് വിധ ശരിയായി കിട്ടുവാൻ വേണ്ടി തങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ, നമ്മളെ മദ്രസക്ക് വേണ്ടിയിട്ട് 4,444 രൂപ ഒരു സഹോദരന് വിധ ശരിയാക്കി കിട്ടുവാൻ വേണ്ടി സൗദിയിൽ നിന്നും നേർച്ച പറഞ്ഞിട്ടുണ്ട്. SSLC പരീക്ഷയിൽ നല്ല നിലയിൽ മാർക്കോട് കൂടി പാസ്സുവാൻ ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും ഒരുപാട് പേര് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ദുആ ചെയ്യുവാൻ വേണ്ടി. ഒരു സഹോദരിയുടെ ഒരു സൈഡ് വാദം രോഗം കൊണ്ട് തളർന്നിട്ടുണ്ട്, ശരിയാകുവാൻ വേണ്ടി സംഭാവന തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിയ എന്ന ഒരു സഹോദരിയുടെ മകൾക്ക് സുഖമില്ല, പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ചെറിയ മാതിരി ചീരണം തരുന്നത് ഖാദർ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകനെ സുഖമാകുവാൻ വേണ്ടി ഒരാൾ നേർച്ച പറഞ്ഞിട്ടുണ്ട്. അർണി രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാകുവാൻ വേണ്ടി 501 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി പ്രോഗ്രാം ചെയ്ത 2 സഹോദരന്മാരാണ്. അവരെ മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നേർച്ച ചെയ്ത 10,000 രൂപ ഹൈദർ ഹാലൂർ എന്നുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം 10,000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തന്റെ കുട്ടിക്ക് സുഖമാൻ വേണ്ടിയിട്ട് ഒരാൾ 313 രൂപ നേർച്ച പറഞ്ഞിട്ടുണ്ട്. പെങ്ങളുടെ വിവാഹം ശരിയാകുവാൻ വേണ്ടി ജാഫർ എന്നുള്ള സഹോദരൻ 2000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും, ഇവിടെ പറഞ്ഞാത്തവർക്കും വേണ്ടി എല്ലാവർക്കും ബഹുമാനപ്പെട്ട തങ്ങളവർ ദുആ ചെയ്യുന്നതായിരിക്കും. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരന് 2000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് സലാത്ത് തുടങ്ങിയിട്ട് സലാമിന്റെ സമയം എഴുന്നേക്കാം. അപ്പം മൈക്ക് കറക്റ്റ്. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സമയത്ത് ചെയ്തു പോയ എല്ലാ പാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിടുതി നൽകി പാവം ചെയ്യാത്ത ഖൽബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ സർവ്വ ചെറുപാവങ്ങളും വൻപാവങ്ങളും പുറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ പാവങ്ങളിലൊക്കെ ഖേദം പ്രകടിപ്പിച്ച് ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു പോയതിൽ പശ്ചാത്തപിച്ച് മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ അതവരെ കൊണ്ട് പൊരുത്തപ്പെടുവിച്ച് നല്ല നിലയ്ക്ക് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട മാസമാണ്. അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുമാറാകട്ടെ. لا حضرة النبي سيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرة نبي الله خضر وإلياس إلى حضرة نبي الله خضر عليه السلام وإلى حضرة نبي الله إلياس عليه السلام وإلى أرواح ساداتنا أصحاب البدريين واللحديين والخندقين والخيبرين وسائر الصحابة والقرابة كلهم أجمعين وإلى أرواح ساداتنا أزواج رسول الله وأولاد رسول الله وأهل بيت رسول الله وأهل الكساء رسول الله وإلى أرواح ساداتنا رجال الله الغائبين المتصرفين رضي الله عنهم وإلى حضرة الشيخ محي الدين عبد القادر الجيلاني وإلى حضرة الشيخ أحمد الكبير الرفائي وإلى حضرة الشيخ أحمد البدوي وإلى حضرة الشيخ إبراهيم الدسوقي رضي الله عن كل واحد منهم أجمعين وإلى حضرة خواجة غريب نواز معين الدين جشتي الأجمير السنجري قدس الله سره اللذيذ وإلى حضرة سيد الشهيد إبراهيم بارش الأربدي وإلى أرواح سائر الشهداء الأربدين رضي الله عنهم وإلى حضرة خواجة شيخ شاه الحميد الناهوري قدس الله سره اللذيذ وإلى حضرة شيخ داود الحكيم المتفتي قدس الله سره اللذيذ وإلى حضرة جدنا وملاذنا سيد عبد الله البافقي الحضرمي وإلى حضرة سيد محمد البافقي الحضرمي وإلى حضرة سيد قجويات البافقي وإلى حضرة سيد سليمان البافقي وإلى حضرة سيد هيدروس البافقي وإلى حضرة سيد محمد متقيات البافقي وإلى أرواح ساداتنا البافقين كلهم أجمعين وإلى حضرة تاج العلماء سيد عبد الرحمن قنيقايا تنقل قدس الله سره اللذيذ وإلى حضرة السيد طاهر اللهدل قدس الله سره اللذيذ وإلى أرواح سائر أهل الخير كلهم أجمعين وإلى حضرة قطب هذا الزمان وولي هذا المكان. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അസീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. നല്ല ഉറക്കെ ഇഖ്ലാസോടുകൂടി ചൊല്ലുക. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി ഹബീബായ റസൂലുള്ളാഹിയുടെ മജ്ലിസിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു അവിടുത്തെ സാന്നിധ്യം ഈ മജ്ലിസിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്നും ഒന്നും അല്ലാത്തവരാ. അല്ലാഹു ഹബീബായ റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് നമ്മുടെ ഖൽബുകളെ ശുദ്ധമാക്കി താഴ്മയും തവാളുവും നല്ല ചിന്തകളും അല്ലാഹു നൽകുമാറാകട്ടെ. ഖൽബിൽ ഒരിക്കലും കിബറോ റിയാവോ ഹസദോ ഉജ്ബോ ഇതാണ് മാരകമായ രോഗങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹിനെ കാണുക, അവിടത്തെയോടുള്ള മഹബ്ബത്ത്, അവിടത്തെയോടുള്ള ഇഷ്ഖ്, ആ വലിയ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം. അതുവഴി മരണസമയത്ത് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ മദ്ഹ് പറഞ്ഞ് ഈ അടുത്ത സമയത്ത് ഞാൻ ഓർത്തു പോകുന്നു, വടക്കേ ഇന്ത്യയിൽ കാര്യപ്പെട്ട ഒരു വലിയ ഒരു ആലിമായ മനുഷ്യൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന ആ സ്വലാത്തിന്റെ മഹത്വം, സലാമിന്റെ മഹത്വം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അബ്ബാസ് അൽ-അലവി മാലിക് മക്ക റസൂലുള്ളാഹിനെ ഇഷ്ഖ് വെച്ച മഹാനാണ്. അവിടുന്ന് ഹബീബിനെ കൺകുളിർക്കെ കണ്ട ചാരിതാർത്ഥ്യത്തോടെ പുഞ്ചിരി തൂകുന്ന വദനത്തോടെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി നിന്നവരെ അത്ഭുതപ്പെടുത്തുമാർ ഹബീബിനെ കണ്ട ആനന്ദത്തിൽ വഫാത്തായി പോയി. ആ നിലയ്ക്കൊരു ഭാഗ്യം നമുക്കൊക്കെ ഈ സ്വലാത്ത് കാരണമായി ആത്മീയമായും ഭൗതികമായി നമ്മൾ നേരിടുന്ന എല്ലാ വിഷമത്തിനും ഒരു പരിഹാരമായി ഇത് മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട് 4444 രൂപ നിയത്താക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വസ്തു വാങ്ങുന്നതിലേക്കാണ്. കഴിവിന്റെ പരമാവധി നിങ്ങൾ എത്തിക്കണം. എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റമളാൻ വരുമ്പോ ഇൻഷാ അല്ലാഹ് റമളാനിൽ ആ മജ്ലിസ് ജൂൺ 1 ആ 1 എന്നുള്ളൊരു മാറ്റമില്ല. ജൂൺ 1 ളുഹർ നിസ്കാരാനന്തരം റമളാൻ പ്രഭാഷണവും ഇൻഷാ അല്ലാഹ് അസ്റിന് മുമ്പ് ദുആ ചെയ്തു ഉമ്മമാർക്കൊക്കെ വീട്ടിൽ പോകാനും ജോലി ചെയ്യാനും ഒക്കെ സൗകര്യപ്പെടുന്ന രീതിയിൽ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്ന് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമ്മുടെ വസ്തു വാങ്ങുന്നതിലേക്കാണ്. ഈ ഓരോ ചുവടും നമുക്കത് ഹബീബുമായി ബന്ധിപ്പിക്കാനുള്ളതാണ്. ആ റസൂലുള്ളാഹിയുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഇഷ്ഖിന്റെ ലോകത്ത് മഹബ്ബത്തിന്റെ ആ ഒരു വലിയ മജ്ലിസായി ഇത് മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله لا إله
إله إلا الله لا 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 إله إلا الله إلهي أنت مقصودي ورضاك مطلوبي 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 إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا